ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെക്കേഷൻ അവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ. ഫുള്ളും ഉറുമ്പ് കുത്തി മൊത്തം മണലൊക്കെ ആയിട്ട് വീട് മൊത്തം മുഷിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വീടിൻ്റെ എല്ലാ കോണുകളിലും ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ മാറാമ്പില ഉണ്ടല്ലോ, എട്ടുകാലിയും ഫുള്ളും എല്ലാ സ്ഥലത്തും കൂടെ മാറാമ്പിലേക്ക് കെട്ടി പണിത് വെച്ചേക്കാണ് കേട്ടോ. നമുക്ക് ആർക്കും കയറി വരാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് കേട്ടോ. അടുക്കളയിൽ ഞാൻ ഇന്ന് രാവിലെ ഗ്യാസ് കത്തിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കോലും വെച്ചുകൊണ്ട് മാറാമ്പില കോലിൽ ചുറ്റിയെടുത്തിട്ടാണ് കേട്ടോ അടുപ്പൊക്കെ കത്തിക്കുന്നത്. വീടൊക്കെ നല്ല ക്ലീനാക്കി നല്ല നീറ്റാക്കി ഇട്ടിട്ടാണ് കേട്ടോ പോയത്. തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ച് പിന്നെ അത് എലിയുണ്ടോ, എലിയുടെ ഭാഗമായിട്ട് വേറൊരു പണിയും കൂടി ഒപ്പിച്ചിട്ടുണ്ട്. ഈ ചാരം വാരി ഞാൻ ഈ കവറിലാണ് വെക്കൽ. കാരണം എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ സൈഡിലൊക്കെ ചാരം ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ, നമുക്ക് കരിപ്പാത്രം കഴുകാനാണെങ്കിലും ചാരം വേണം തോന്നുകയാണെങ്കിൽ ഞാൻ മുഴുവൻ ചാരം പുറത്തുകൊണ്ട് കളയാറില്ല. അപ്പോൾ ഒരു കവറിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കും കേട്ടോ. ആ ചാരമൊക്കെ എലി എടുത്തുകൊണ്ട് കമത്തി കളഞ്ഞിട്ടുണ്ട്. ചായപാത്രം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലും അതിൻ്റെ അകത്തൊക്കെ ഫുള്ളും മണലാണ് കേട്ടോ. അപ്പം 3-4 ദിവസം നമ്മൾ വീട്ടിലില്ലാണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എലിയും പൂച്ചയൊക്കെ നല്ല അങ്കാർന്നു കേട്ടോ വീട്ടിൽ. അതുപോരാത്തതിന് കുറേ ഉറുമ്പുകളുണ്ട് കേട്ടോ. ഉറുമ്പ് ഇതേ ഇപ്പോഴും നമ്മൾ വന്നത് അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇവരൊന്നും പോയിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇതിലെങ്ങനെ വഴിയും വെച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ഉറുമ്പ് കൂടി എന്തെങ്കിലുമൊക്കെ ഇട്ടുങ്ങാണ്ട് വേണം ഇവിടെ ഫുള്ളൊന്ന് അടിച്ച് കളയാൻ. കാല് കുത്താൻ പറ്റില്ല, കാലിൽ മൊത്തം ഉറുമ്പ് കയറി കടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ വീട് മൊത്തത്തിലൊന്ന് ക്ലീനിങ് ഒക്കെ എടുക്കാനുണ്ട്. വന്ന് കയറിയത് രാത്രി ആയതുകൊണ്ട് തന്നെ വേറെ ഒരു പണിക്കും തിരിഞ്ഞില്ല. നേരെ കയറി കുളിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ കയറി കിടന്നുറങ്ങി കേട്ടോ. പിന്നെ രാവിലെയാണ് കേട്ടോ നമ്മുടെ വീടൊക്കെ ഒന്ന് ചുറ്റി കാണുന്നതും വീടൊക്കെ മുഷിഞ്ഞ് കിടക്കുന്നതൊക്കെ കണ്ടതൊക്കെ രാവിലെയാണ് കേട്ടോ. വന്ന് ബാഗ് പോലും എടുത്തു വെച്ചിട്ടില്ല. അതൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണ് കേട്ടോ. ഇനി ഒരുപാട് പണിയുണ്ട്. അപ്പോൾ രാവിലത്തെ ചായക്കടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതേ രാവിലെ ഒന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചായക്ക്. അതാകുമ്പോൾ ചായക്കടി പെട്ടെന്ന് ഉണ്ടാക്കി ഉച്ചക്കത്തെ ചോറും കറിയാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഈ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്ക് പുട്ടാണ്. പഴം കൊണ്ടുവരാനായിട്ട് ഇക്ക രാവിലെ കടയിൽ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴം ഇക്ക വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ ഇന്ന് പുട്ടും പഴവും കഴിക്കാം കേട്ടോ. രാവിലത്തെ എല്ലാ പണികളും നല്ല തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പുട്ടുണ്ടാക്കണതിന് പുട്ട് ഞാൻ പൊടി വാട്ടി വെച്ച ഒരു സമയത്ത് തന്നെ കുടിക്കാൻ വെള്ളവും തിളപ്പിച്ചു, കട്ടൻ ചായയും തിളപ്പിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പൊടി വാട്ടി കഴിഞ്ഞപ്പോൾ തന്നെ കുക്കറിലേക്ക് കുറച്ച് വെള്ളം വെച്ചു കേട്ടോ, ആവി ഏറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വാട്ടി അടിച്ചെടുക്കണതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ കുക്കറിൽ വെള്ളമൊക്കെ തിളച്ചെങ്ങാണ്ട് ആവി കയറ്റലും പൊടി അടിച്ചെടുക്കലും എല്ലാം ഒരുമിച്ചാക്കാമല്ലോ എന്ന് കരുതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് അടിച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ച് തേങ്ങയൊക്കെ ചിരവി ഞാൻ പുട്ടിന് ആവി കയറ്റാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞത് ബാക്കിയിരിക്കുന്ന പൊടി അരിപ്പൊടി ഉണ്ടല്ലോ അത് അടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പുട്ടുണ്ടാക്കലും ഇതിൻ്റെ ഇടയിൽ തന്നെ എല്ലാം പെട്ടെന്ന് കഴിക്കണം. കാരണം ഇന്ന് അവന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. മോനിന്ന് സ്കൂളിലും വേണം പോവുക. അപ്പോൾ അവനെ സ്കൂളിൽ വിട്ടിട്ട് വേണം കേട്ടോ എനിക്ക് എൻ്റെ പണികളൊക്കെ തുടങ്ങാനായിട്ട്. പുട്ടിന് പൊടി വാട്ടി അടിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ആവി കയറ്റാനായിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അടുപ്പ് തീ കത്തിച്ചും കണ്ട് കുടിക്കാനായിട്ട് വെള്ളം വെക്കുകയാണ്. നമ്മൾ കുടിക്കാൻ വെള്ളം തിളയ്ക്കണ അത്ര സമയം കൊണ്ട് പുട്ടുണ്ടാക്കലും കഴിയും. വെള്ളം ഇവിടെ ഇരുന്ന് ചൂടാകുകയും ചെയ്തോളും കരുതിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അരി ഇടുകയാണെങ്കിൽ വേഗം ചോറും കറിയും ഉണ്ടാക്കി വെക്കാമല്ലോ. പിന്നെ നമ്മൾ വേറെന്തെങ്കിലും പണിക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുപ്പ് കത്തിക്കാൻ മറന്നു കഴിയുമ്പോൾ അടുപ്പിലെ തീയൊക്കെ കെട്ടുപോകില്ല. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചാണ് ഇപ്പോൾ നേരത്തെ തന്നെ തീ കത്തിച്ചത്. കുടിക്കാൻ വെള്ളം അടുപ്പത്തേക്ക് വെച്ചു. അതിന് അവിടെ നിന്ന് തിളക്കട്ടെ. അതിൻ്റെ ഇടയിൽ പുട്ടുണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ തുണി കൊണ്ടിട്ട് കഴുകാനായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോണേ അന്ന് വെളുപ്പിനാണ് പോയത്. അപ്പോൾ തലേ ദിവസം കുളിച്ചിട്ട് ഇട്ട് കഴിഞ്ഞ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അത് ഈ പലക്കിങ്ങാണ്ട് 4 മണിക്ക് എണിച്ചിങ്ങാണ്ട് പോകുന്ന സമയത്ത് അത് അലക്കിടാനുള്ള നേരമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഡ്രസ്സ് അവിടെ ഇട്ടിട്ട് പോയി. പിന്നെ വീട്ടിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ ഇട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെഷീൻ ഡ്രസ്സൊക്കെ കേടായ ഡ്രസ്സൊക്കെ മെഷീനിലേക്ക് ഇടാൻ നിർത്തും. നല്ല ഡ്രസ്സൊക്കെ കല്ലേലും കുത്തി പിഴിഞ്ഞെടുത്താൽ മതിയല്ലോ. ചെളിയൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ദിവസം മൊത്തം യാത്ര ചെയ്തു എന്നുള്ളൊരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തുണിയൊക്കെ ഇങ്ങനെ തിരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. മെഷീനിലേക്ക് ഇടാനുള്ളതും കല്ലിൽ അലക്കാനുള്ളതും ഒക്കെ തിരിഞ്ഞെടുത്തു. ഇനി മെഷീനിലിട്ടും കണ്ട് ഒരു ട്രിപ്പ് മെഷീനിലിട്ട് അലക്കാൻ, ബാക്കി കല്ലിലും കൊണ്ട് അലക്കാനാണ് കേട്ടോ. അങ്ങനെ മെഷീനിലേക്ക് അലക്കാനുള്ളതൊക്കെ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി പുറത്തുനിന്ന് അലക്കാനുള്ളത് ഞാൻ ബേസിനിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്.
മെഷീനിലേക്ക് ഇടാനുള്ള തുണിയൊക്കെ ഇട്ട് അതിലേക്ക് വെള്ളവും സോപ്പ് പൊടിയൊക്കെ പാകത്തിന് ഇട്ട് കഴിഞ്ഞാൽ മെഷീൻ അടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും കുടിക്കാൻ വെള്ളം വെച്ചത് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അരിയും കൂടെ കഴുകിയിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൈയോടെ എല്ലാ പണിയും കഴിയുമല്ലോ എന്ന് കരുതിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും കൂടിയുള്ള ചോറ് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. കുടിക്കാൻ വെള്ളം വേറൊരു കലത്തിലേക്ക് കുറച്ച് കോരിയെടുക്കണം. ബാക്കിയിലേക്ക് അരി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അരി കഴുകാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെങ്ങാണ്ട് കുറച്ച് നേരം ഇവിടെ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുകിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടുമല്ലോ. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും കുടിക്കാൻ വെള്ളം കൂടെ കോരിയെടുക്കാം കേട്ടോ. കുടിക്കാൻ വെള്ളം കോരി കഴിഞ്ഞിട്ട് വേണം അരിയും കൂടെ കഴുകി ഇതിലേക്ക് ഇടാനായിട്ട്. ഇനി ചോറ് അവിടെ ഇരുന്ന് വേവട്ടെ. അത്രയും സമയം കൊണ്ട് ചോറ് വേവണമെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം വരും കേട്ടോ. അപ്പോൾ അത്ര സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പണികളൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ മാറാമ്പിലേക്ക് ഫുള്ളും തട്ടിയിട്ടോ. മാറാലക്കോല് വെച്ചെങ്ങാണ്ട് എല്ലാം മാറാമ്പിലേക്ക് വീട് ചുറ്റിനും അകവും പുറമൊക്കെ എല്ലാം തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് മാറാമ്പിൽ തട്ടിയ ഒരു പൊടിയും പിന്നെ അതേപോലെ തന്നെ ഈ ടേബിൾ നമ്മളിപ്പോൾ 5-6 ദിവസം ഉപയോഗിക്കാതെ ഇങ്ങനെ ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ ചെറിയൊരു വെള്ള പാട് പോലെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടോ. ടേബിൾ മാത്രമല്ല നമ്മുടെ അടുപ്പിൻ്റെ ഒരു തറയാണെങ്കിലും സ്ലാബ് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ചെറിയതായിട്ട് ഒരു വെള്ള കളർ വന്ന പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ അതാദ്യം സോപ്പ് ഓയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല വൃത്തിയാക്കി കഴുകുകയാണ് കേട്ടോ. കഴുകി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കണം. മാറാമ്പിലേക്ക് ആദ്യം തന്നെ തട്ടിയതുകൊണ്ട് അത്രയും പണികളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞ് കുടിക്കാനുള്ള വെള്ളവും ഗ്ലാസ്സും ഒക്കെ ടേബിളിൻ്റെ പുറത്ത് തന്നെ സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ ബെഡൊക്കെ തട്ടിക്കുടഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ് കേട്ടോ. ബെഡ്ഷീറ്റ് നല്ലിണ കവറൊക്കെ പോണതിൻ്റെ തലേദിവസം തന്നെ എല്ലാം കഴുകി ഉണക്കി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ വിരിക്കാൻ പാകത്തിനായിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ പോയത്. പിന്നെ മാറാമ്പിലൊക്കെ തട്ടിയപ്പോൾ ചെറിയൊരു പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തട്ടിക്കളഞ്ഞങ്ങാണ്ട് ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പണികൾ ടേബിള്, അടുപ്പിൻ്റെ സ്ലാവ്, ബെഡ്, സോഫ അങ്ങനെയുള്ള എല്ലാം നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് അടിച്ചു വാരി തുടയ്ക്കാൻ പിന്നെ പെട്ടെന്ന് കുറഞ്ഞ സമയം മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു വാരി തുടക്കാൻ നമുക്ക് എളുപ്പം തന്നെ കഴിയും. അങ്ങനെ 3 മുറിയിലെയും ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ച് എല്ലാം തന്നെ തലയണ കവറും ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനി വീടൊന്ന് അടിച്ചു വാരി കളയണം. അടിച്ചു വാരി കളഞ്ഞ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് തന്നെ അടിച്ചു വരാൻ എളുപ്പമുണ്ട്.
വീട് അടിച്ചു വാരൽ ഏകദേശം തീരാറായിട്ടോ. എല്ലായിടത്തും ഞാൻ വീഡിയോയിൽ പകർത്തിയില്ല, ഇവിടെ മാത്രം ഞാൻ വീഡിയോയിലൊന്ന് ജസ്റ്റ് ഒന്ന് പകർത്തിന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലായിടത്തും തന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിച്ചു വാരൽ കഴിഞ്ഞ പുറകെ തന്നെ ഞാൻ തുടക്കവും ചെയ്തു കേട്ടോ. പെട്ടെന്ന് തന്നെ തുടച്ച് കഴിയുമ്പോൾ നമുക്ക് പുറത്തുള്ള പണികൾ കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴത്തേക്കും വീടെല്ലാം ഉണങ്ങി വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ അടിച്ചു വാരിൻ്റെ പുറകെ തന്നെ വെള്ളം എടുത്തുകൊണ്ടെന്ന് തുടക്കൽ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അലക്കാനായിട്ട് കുറച്ച് നല്ല തുണികളൊക്കെ പുറത്ത് കൊണ്ട് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുടച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ അങ്ങോട്ട് അലക്കിയെടുത്തു. ഇനി അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് വിരിക്കണം. പിന്നെ മെഷീനിലിട്ട തുണി അതേമാതിരി തന്നെ ഒന്ന് എടുത്ത് വിരിക്കാനുണ്ട് കേട്ടോ. പിന്നെ അലക്കാനൊക്കെ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ചോറ് കഞ്ഞി വാർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ കറികളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഭാഗമൊന്നും എനിക്ക് വീഡിയോയിലൊന്നും പകർത്താൻ പറ്റില്ലല്ലോ, കാരണം ബെഡ്ഷീറ്റ് കുടഞ്ഞ് വിരിക്കണേ, പിന്നെ അതേമാതിരി മാറാമ്പില തട്ടണേ, വീട് തുടക്കണയൊക്കെ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെയാണ് ചോറും കറികളൊക്കെ സെറ്റാക്കിയത്. പിന്നെ നമ്മുടെ മുറ്റം കിടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാട്ട്. അവസാനം ഞാൻ മുറ്റം അടിച്ചത് വൈകുന്നേരമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങി മുറ്റം അടിച്ച് കഴിയുമ്പോൾ പിന്നെ മടുത്തു പോകും, പിന്നെ ബാക്കിയുള്ള പണിക്കൊക്കെ മൂട് പോകും വിചാരിച്ചതിന് അകത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ മുറ്റം എങ്ങനെയാണ് കിടക്കണതെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. മുറ്റം കരിയിലൊക്കെ പൊടിയണ ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലായിടത്തിലും മൊത്തം കരിയിലയാണ് കേട്ടോ. കരിയില കാട് പോലെയാണ് കേട്ടോ കിടക്കുന്നത്. മുറ്റം ചുറ്റിനും അങ്ങനെയായിരുന്നു കേട്ടോ കിടന്നത്. മുറ്റം ഒന്ന് എനിക്ക് അടിച്ച് വൃത്തിയാക്കാനായിട്ട് 1 മണിക്കൂറിൻ്റെ അധികം സമയം വന്നു കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചോറ് കഴിക്കാനായിട്ടുള്ളത് ക്യാബേജ് തോരനും വെണ്ടയ്ക്ക വറുത്തരച്ച കറിയാണ് കേട്ടോ. പിന്നെ ചോറ് കഴിക്കുന്ന ഒരു സമയത്താണ് ഞാൻ മുട്ട വറുത്തത്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാവിലത്തെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞു. എനിക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് കേട്ടോ പിന്നെ മുറ്റടിക്കാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ഒന്ന് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് വന്ന് നോക്കിക്കോട്ടോ. ഇതുപോലെയാണ് കേട്ടോ മുറ്റം കിടക്കുന്നത്. കരിയില മൊത്തം ഈ റബ്ബറിൻ്റെയും അതേപോലെ തന്നെ ബദാമിൻ്റെയൊക്കെ ഇല പൊഴിഞ്ഞ് കഴിയുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലായിടത്തിലും ചുറ്റിനും കരിയിലയാണ് കേട്ടോ. നിറച്ചും വീട് ചുറ്റും ഒന്ന് അടിച്ചു വാരിയെടുത്തപ്പോഴത്തേക്കും എനിക്ക് 1 മണിക്കൂറിലധികം സമയം വന്നു കേട്ടോ. അടിച്ചടിച്ചടിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം തന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഒരു 5-6 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. 10 ദിവസമാണ് ഓണത്തിന് അവധി കിട്ടിയത്. അതിൽ 4 ദിവസമാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്നത്. പിന്നെ പോകാനായിട്ടൊരു ദിവസം, വരാനായിട്ടൊരു ദിവസം, അങ്ങനെ എല്ലാം കൂടെ 6ൻ്റെ അന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഈ 6 ദിവസം കൊണ്ട് ഈ വീട് ഇതുപോലെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 1 മാസം ഉപയോഗിക്കാതെയൊക്കെ വീട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുമ്പോൾ നമുക്കൊന്നും പറയാനുണ്ടാവില്ല കേട്ടോ. പിന്നെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി വീടൊന്ന് വൃത്തിയായി കിട്ടുമ്പോഴത്തേക്കും ഏകദേശം ആൾ ചാവാറാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം, എങ്കിൽ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.